ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ നൂറയോട് ചില റാപ്പിഡ് ഫയർ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ടീം ബിഗ് ബോസ്. ഈ സീസൺ കപ്പടിക്കാൻ ആരാണ് യോഗ്യൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നെവിനാണ്. നെവിൻ കപ്പടിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ നൂറ പറയുന്നു. അതുമാത്രമല്ല റണ്ണറപ്പായിട്ട് അനീഷിൻ്റെ പേരാണ് പറയുന്നത്. സെക്കൻഡ് റണ്ണറപ്പായിട്ട് പറയുന്നത് അനുമോളുടെ പേരാണ്. എന്തായാലും അനുമോളോട് നൂറയ്ക്ക് ഒട്ടും അസൂയയില്ല എന്നുള്ളത് ഈ റാപ്പിഡ് ഫയർ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ തനിക്ക് മുമ്പേ നിൽക്കാൻ ഡിസേർവിങ് അല്ലാത്ത ഒരാൾ അക്ബറിൻ്റെ പേരാണ് പറഞ്ഞത്. അതായത് തനിക്ക് മുമ്പേ അക്ബർ എവിക്റ്റായി പോകണമായിരുന്നു എന്നാണ് നൂറ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഫാമിലി വരും എന്ന് താൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അപ്പോൾ ആ മൊമെൻറ്റാണ് തനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. ഫാമിലി വീക്കിൽ എല്ലാവരുടെയും ഫാമിലി വന്നപ്പോൾ തങ്ങളുടെ ഫാമിലി വരുമെന്ന് താൻ വിചാരിച്ചു. പക്ഷേ അവർ വന്നില്ല. പക്ഷേ തങ്ങൾക്ക് പുറത്ത് വേറൊരു വലിയ ഫാമിലിയെ കിട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസുമായി നൂറ എത്തിയിരിക്കുകയാണ്. പിന്നെയും പറയുന്നുണ്ട് ആതിരയുടെ എവിക്ഷൻ ഷോക്കിംഗ് എവിക്ഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പണപ്പെട്ടി വന്നിരുന്നെങ്കിൽ അത് ആതിര എടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിശദമായിട്ടുള്ള ഇൻ്റർവ്യൂ ഇപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.